നമ്മുടെ വാഴ നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസമായിട്ടോ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. ഇലയൊക്കെ വിരിഞ്ഞു. ഇതിൽ പമ്പ് ഹൗസും പൈപ്പൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ. നമ്മൾ പാട്ടത്തിനെടുത്താണ്, അപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത്. ഇതിന് ഈ വാഴയ്ക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും വെള്ളം മതിയാകും. നമ്മളിപ്പോൾ ഒരു കണക്കനുസരിച്ച് അങ്ങോട്ട് നനക്കുവാണ്. വെള്ളക്കുറവുള്ള ഏരിയയൊക്കെ ആണെങ്കിൽ കുറച്ച് ക്യാഷ് മുടക്കി ഡ്രിപ്പ് ഇറിഗേഷനും കാര്യങ്ങളൊക്കെ ചെയ്താൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഇന്നത്തെ 5ാമത്തെ നനയാണ്. ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് നനക്കാറ്. മൊത്തത്തിൽ വാഴ പറമ്പായതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. ഇതിപ്പോൾ വളമൊന്നും ചെയ്തിട്ടില്ല, അടിവളം ചേർത്തിട്ടില്ല. കോഴിവളം കുറച്ച് ചേർത്തു, പക്ഷേ ഡ്രൈ ആയിട്ടുള്ള കോഴിവളം ചേർക്കുമ്പോൾ പെട്ടെന്ന് വാഴയ്ക്ക് കിട്ടൂല. കാരണം മണ്ണെല്ലാം ഡ്രൈ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനി കുറച്ച് പച്ച ചാണകം കലക്കി ഒഴിക്കാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ പച്ച ചാണകം കടലപ്പിണ്ണാക്കിൽ പുളിപ്പിച്ചിട്ട് ഒഴിക്കണമെന്ന്. അതിന് കഴിഞ്ഞ ആഴ്ച കൂടിയില്ല, ഇന്ന് ചെയ്തിട്ട് അടുത്ത ആഴ്ച ചെയ്യണം. അതാകുമ്പോൾ പെട്ടെന്ന് വാഴയ്ക്ക് കിട്ടും. വാഴയ്ക്കിപ്പോൾ വേര് എത്രയാണോ ഇലയുടെ വ്യാസം നിൽക്കുന്നത് അത്രയും വേര് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി വേരിന് ഉടനെ വളം കൊടുക്കണം നമ്മൾ. അതിന് പെട്ടെന്ന് കിട്ടാവുന്നത് പറമ്പിലായതുകൊണ്ട് തന്നെ പച്ചച്ചാണകം കലക്കി ഒഴിക്കുക എന്നുള്ളതാണ്. അത് കടലപ്പിണ്ണാക്കിൽ പുളിപ്പിച്ചതാകുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വാഴയൊക്കെ ഉഷാറായിട്ടുണ്ട്. ഒരു മാസം എന്ന് പറയുമ്പോൾ ഇന്ന് 5ാമത്തെ നനയാണ്. ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് നനയ്ക്കാറ്. ഇനി നമ്മുടെ ജൈവവളം ചെയ്യുന്നതോടുകൂടെ ഉഷാറായിട്ട് വരും. കുറച്ച് പുല്ലും കാടൊക്കെ ഉണ്ട്, അതിപ്പോൾ വെട്ടാതിരിക്കുകയാണ്. കാരണം വേനലായതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രീനി ആയി കിടക്കുന്നത് പറമ്പിന് നല്ലതാണ്. ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ വെട്ടി നമ്മൾ ചപ്പായിട്ട് തോലായിട്ട് വാഴ ഇട്ട് കൊടുക്കുമ്പോൾ തണുപ്പ് വാങ്ങും, അതൊരു വളമാകും. ഇങ്ങനെയാണ് നമ്മുടെ ഇതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോട്ടയം തേനീനാണ്, കർണാടകയിൽ നിന്ന് ഇറക്കിയ കന്നാണ്. ഓക്കെ, താങ്ക് യു.